ശ്രീ പി ജയരാജൻ ടെലിഫോണിലാണ്. ശ്രീ പി ജയരാജൻ, റിജിത്ത് വധക്കേസിൽ ജീവപര്യന്തം എന്നുള്ള ശിക്ഷാവിധി ഏതാണ് പുറത്തു വന്നിട്ടുള്ളത്? താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? റിജിത്ത് കൊലക്കേസിലെ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ വിധി സ്വാഗതാർഹമാണ്. റിജിത്തിനെ കൊലപ്പെടുത്തിയ കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ RSS അവിടെ ഒരു ഹിന്ദു ആരാധനാലയ പരിസരത്ത് RSSന്റെ ശാഖാ പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചു. RSSന്റെ ഒരു ശൈലിയാണത്. ഹിന്ദുക്കളുടെ ഒരു പൊതുസംഘടനയാണ് എന്നുള്ള തെറ്റായ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളെ ഈ വിധം അവർ ഉപയോഗപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഹിന്ദു സംഘടനയല്ല RSS, അതൊരു തീവ്രവാദ സംഘടനയാണ്. അപ്പൊ അത് എല്ലാ വിശ്വാസികളുടെയും പൊതു ഇടമായിട്ടുള്ള ആരാധനാലയത്തിൽ നടത്താൻ പാടില്ല എന്ന നിലപാടാണ് റിജിത്തും പാർട്ടി സഖാക്കളും സ്വീകരിച്ചത്. ഇത് റിജിത്ത് മാത്രം സ്വീകരിച്ച സമീപനമല്ല. കേരളത്തിൽ ഉടനീളം CPMന്റെ നിരവധി പ്രവർത്തകന്മാര് RSSകാരാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ 13 എണ്ണത്തിലും RSSകാര് CPMന്റെ നിരവധി പ്രവർത്തകന്മാരെ, മൊത്തം 218 സഖാക്കളെ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ RSSകാര് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 19 വർഷങ്ങൾക്ക് മുമ്പാണ് റിജിത്തിന്റെ കൊലപാതകം. ആ കൊലപാതക കേസ് ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് 19 വർഷക്കാലം പലതരം നീട്ടിവെക്കലുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ഈ ശിക്ഷ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം RSS നേതൃത്വം നടത്തുകയുണ്ടായി. അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി RSS ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായിരുന്നു റിജിത്തിന്റെ കൊലപാതകവും മറ്റ് 217 സഖാക്കളുടെ ജീവത്യാഗവും. അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അക്രമത്തിന്റെയും പ്രതീകമായിട്ട് CPMനെ ചിത്രീകരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ആരും രാഷ്ട്രീയ കൊലപാതകത്തിന് ഇടയാവാത്ത വിധം എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇടപെടണം. അക്കാര്യത്തിലൊക്കെ ഞാനും യോജിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതിലൊന്ന്, ഇരട്ടക്കൊലക്കേസ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ ഇരട്ടക്കൊലക്കേസ് നടന്നു. കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു രണ്ടാമത്തെ പത്രത്തിന് ഈ പെരിയ കൊലക്കേസിന്റെ വിധി വന്നപ്പോ അവർക്ക് മുഖപ്രസംഗം എഴുതാൻ തോന്നി. പക്ഷേ വെഞ്ഞാറമൂടിലെ കോൺഗ്രസുകാർ നടത്തിയിട്ടുള്ള ഇരട്ടക്കൊലയെ സംബന്ധിച്ച് മിണ്ടുന്നില്ല. അതുപോലെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനെ കോളേജിൽ നിന്ന് പുറത്തുള്ള കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് ആ മുഖപ്രസംഗം എഴുതുന്ന ആൾക്ക് ഓർമ്മ വരുന്നില്ല, മറവി രോഗം വരികയാണ്. ഇതിനെ പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും അവസാനിപ്പിക്കണം. പക്ഷേ കേരളത്തിൽ RSS നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്നുകൂടി റിജിത്ത് വധക്കേസിന്റെ ഈ ശിക്ഷാവിധിയുടെ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടതാണ്. ശരി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ പ്രതികരിച്ചതിന്. കണ്ണൂർ കണ്ണപുരം റിജിത്ത് വധക്കേസിലാണ് മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്.